ഇതിപ്പോൾ നമുക്ക് ഭ്രാന്തായതാണോ ഇനി അവർക്ക് ഭ്രാന്തായതാണോ? കാരണം T20 ടീം കണ്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, കിടുക്കൻ ടീം. എന്നാലും ഗില്ലിനെയൊക്കെ ഒഴിവാക്കി ഇവർക്ക് ടീം ഇറക്കാൻ അറിയാം. കാരണം ഫോം ഔട്ടായ ആൾക്കാരെ ഒഴിവാക്കി കറക്റ്റ് വേണ്ട ആൾക്കാരെ എടുത്തിട്ടുണ്ട്. റിങ്കു സിംഗ് അതൊക്കെ അർഹിക്കുന്ന ഒരു സ്പോട്ടാട്ടോ, ആ ഫിനിഷറായിട്ട് റിങ്കു ഒക്കെ കൊടുത്തില്ലെങ്കിൽ നീതികേടാ. അതുപോലെ ഇഷാൻ കിഷൻ അതുപോലെ പുള്ളിയൊക്കെ സ്മാർട്ടിൽ കളിച്ചിട്ടുണ്ട്. സയ്യിദ് മുസാഖലിയിൽ നല്ല ടോപ്പ് സ്കോറർ പ്ലസ് ടോപ്പ് 6 പുള്ളിക്ക് 33 6 ഇഷാൻ കിഷൻ തന്നെ അടിച്ചേക്കുന്നത്. അതുപോലെ എനിക്കിതിൽ ഒറ്റയൊരു അഭിപ്രായ വ്യത്യാസമേ ഉള്ളൂ. നമ്മുടെ അക്സർ പട്ടേലിനെ വൈസ് ക്യാപ്റ്റൻസി ആക്കുന്നതിന് പകരം ഹാർദിക് പാണ്ഡ്യനെ വേണം വൈസ് ക്യാപ്റ്റൻസി കൊടുക്കാറുന്നുള്ളൂ. കാരണം സീനിയർ പ്ലെയർ ഹാർദിക് പാണ്ഡ്യ അല്ലേ, വേൾഡിൽ തന്നെ നമ്പർ 1 ഓൾറൗണ്ടറുമാണ്. അതിൽ മാത്രമേ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം പക്ക ടീമാണ്. കാരണം ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സഞ്ജു, നമ്മുടെ അഭിഷേക് ശർമ്മ ഓപ്പണിങ് അതൊന്ന് കത്തിക്കേറിയാൽ പിന്നെ നമ്മുടെ സ്കോർ 220 ആ റേഞ്ചിലേക്കൊക്കെ പോകും. ബാക്കി അതിന്റെ 1 ഡൗൺ വരുന്ന തിലകായിരിക്കും, സൂര്യ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. നല്ല ടീം.